നടത്തിയ മോക്ഡ്രില്ലിൽ വട്ടം കറങ്ങി നാട്ടുകാർ. ഏറ്റവും ഒടുവിലാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും 6 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്ത. ആ ഒരു പ്രചാരണം മോക്ഡ്രില്ലായിരുന്നു, പോലീസ് നടത്തിയ മോക്ഡ്രില്ലായിരുന്നുവെന്ന് നാട്ടുകാർ തിരിച്ചറിയുന്നത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും 6 വയസ്സുകാരനായ ഒരു കുട്ടിയെ വെള്ളക്കാറിലെത്തിയ ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയി എന്ന തരത്തിൽ പ്രചാരണം വന്നത്. പോലീസ് ആ സമയത്ത് പറഞ്ഞത് പോലീസിന്റെ കൺട്രോൾ റൂമിൽ നിന്നും വയർലെസ് സെറ്റിലേക്ക് ഇത്തരത്തിലൊരു സന്ദേശം ലഭിച്ചു എന്നാണ്. 6 വയസ്സുകാരനായ ഒരു കുട്ടിയെ, ഒരു ആൺകുട്ടിയെ KL5 രജിസ്ട്രേഷനിലുള്ള, കോട്ടയം രജിസ്ട്രേഷനിലുള്ള ഒരു വെള്ളക്കാറിലെത്തിയ ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് ആദ്യം പുറത്തു വന്ന വിവരങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ പരിശോധനയാണ് കാഞ്ഞിരപ്പള്ളിയിലും പൊൻകുന്നത്തുമടക്കം പരിസര പ്രദേശങ്ങളിൽ നടന്നത്. ഈ സംഭവം വഴിയിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയും പിന്നീട് കടകളിലെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് പോലീസ് വളരെ ഊർജിതമായി പരിശോധന നടത്തുന്ന ഒരു കാഴ്ചയാണ് രാവിലെ കാണാൻ സാധിച്ചത്. ഇതോടുകൂടി നാട്ടുകാരും ഇതിനൊപ്പം ചേരുകയായിരുന്നു. വലിയ ഒരു ആശങ്കയിൽ തന്നെയാണ് ആദ്യ മണിക്കൂറുകൾ കടന്നുപോയത്. ഏത് കുട്ടിയാണ് തട്ടിക്കൊണ്ടുപോയത് എന്നത് സംബന്ധിച്ച ആദ്യഘട്ടത്തിലൊരു വ്യക്തത ലഭിച്ചിരുന്നില്ല. അപ്പോൾ പോലീസ് പറഞ്ഞിരുന്നത് ഇത്തരത്തിലൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നൊരു സന്ദേശം മാത്രമാണ് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ആ വിളിച്ച നമ്പർ, ആ ഫോൺ നമ്പർ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് അന്വേഷണം തുടരുകയാണ്. കുട്ടിയുടെ പേരോ മേൽവിലാസമോ അത്തരത്തിലുള്ള ഒരു രേഖകളും നിലവിൽ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് നൽകിയിരുന്ന മറുപടി. ഇത്തരത്തിലൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് എന്നത് മാത്രമാണ് പോലീസ് ആദ്യഘട്ടത്തിൽ സ്ഥിരീകരിച്ചത്. പക്ഷേ പോലീസ് ഊർജിതമായി ഉണർന്നു പ്രവർത്തിക്കുകയായിരുന്നു. വഴിയെ വരുന്ന മുഴുവൻ വാഹനങ്ങളും തടഞ്ഞ പരിശോധന നടത്തുന്നു. കടകളിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിക്കുന്നു. ഇതോടുകൂടി ജനങ്ങൾ ഇത് പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കുകയും ജനങ്ങളും ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒപ്പം നിൽക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് കാഞ്ഞിരപ്പള്ളിയിലെ ഒരു സ്വകാര്യ സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കാണാതായതെന്ന തരത്തിലൊരു പ്രചാരണം വരുന്നത്. ഇതിന് പിന്നാലെ ആശങ്കയിലായ മാതാപിതാക്കൾ ഈ സ്കൂളിലേക്ക് തുടർച്ചയായി ഫോൺ വിളിക്കുന്നൊരു സാഹചര്യമുണ്ടായി. എന്താണെങ്കിലും ഈ ഒരു സംഭവം പോലീസ് സ്ഥിരീകരിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ തന്നെ നമ്മളെയും ചില ആളുകൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ബന്ധപ്പെടുകയും ഇത്തരത്തിലൊരു സംഭവമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ അത് സ്ഥിരീകരിക്കാത്തത് കൊണ്ട് തന്നെ അത്തരത്തിൽ നമ്മളൊരു വാർത്ത നൽകിയിരുന്നില്ല. എന്താണെങ്കിലും പിന്നീട് വാട്സപ്പ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ രീതിയിൽ പ്രചരിക്കുകയായിരുന്നു. ഇത്തരത്തിലൊരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എന്ന സന്ദേശം വലിയ രീതിയിൽ പ്രചരിക്കുകയായിരുന്നു. ചില ഓൺലൈൻ മാധ്യമങ്ങളും ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് സംഭവം സത്യമാണ് എന്ന തരത്തിൽ വാർത്തകൾ നൽകി. ആ വാർത്തകളുടെ ലിങ്കുകളും വലിയ രീതിയിൽ പ്രചരിച്ചു. ഇതോടെ വലിയൊരു ആശങ്കയിലേക്ക് കാഞ്ഞിരപ്പള്ളി മാറുന്ന മണിക്കൂറുകളാണ് മുൻപ് കാണാൻ സാധിച്ചത്. എന്നാൽ അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഏറെ രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഏറെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ചില കുട്ടികളുടെ ദൃശ്യങ്ങളടക്കം, ചിത്രങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണമുണ്ടായി. ഈ കുട്ടിയെയാണ് കാണാതെ പോയത് എന്ന തരത്തിൽ പ്രചരണം ഉണ്ടാകുന്നൊരു കാഴ്ച പോലും കാണാൻ സാധിച്ചു. എന്നാൽ ഇതിനൊക്കെ ശേഷം ഏറ്റവും ഒടുവിലാണ് ഈ സംഭവം പോലീസ് നടത്തിയ ഒരു മോക്ഡ്രില്ലായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലാണ് അത്തരത്തിലൊരു വിശദീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ എന്താണെങ്കിലും ഈ വാർത്തകൾ നൽകിയ ഓൺലൈൻ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പ്രചരിപ്പിച്ച ആളുകളും ആകപ്പാടെ ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ്. ഇത് പോലീസിന്റെ മോക്ഡ്രില്ലാണ് എന്ന് പറഞ്ഞതോടുകൂടി വലിയൊരു ആശ്വാസത്തിലായ ഒരു വലിയ വിഭാഗവുമുണ്ട്. മാതാപിതാക്കൾ അടക്കമുള്ള ആളുകൾ വലിയൊരു സമാധാനത്തിലെത്തിയിരിക്കുന്ന ഒരു കാഴ്ച കൂടി ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇന്ന് രാവിലെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും 6 വയസ്സുകാരനെ വെള്ള കാറിൽ തട്ടിക്കൊണ്ടുപോയി എന്ന പ്രചാരണം അത് പോലീസ് നടത്തിയ മോക്ഡ്രില്ലായിരുന്നു.